ഖാദി മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന തുടരുന്നു. എന്റെ ഗ്രാമം പദ്ധതിയിൽ സബ്സിഡി ഇനത്തിൽ മാത്രം 16 കോടിയിലധികം രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷം ബജറ്റിൽ വകയിരുത്തിയ 2.8 കോടി രൂപയിൽ 83 ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്നും നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രജിത് മോഹനുണ്ട്. പ്രജിത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബോർഡ് ഒരു വില്ലേജിൽ ഒരു ഗ്രാമ വ്യവസായം എന്ന ലക്ഷ്യത്തോടെയാണ് എന്റെ ഗ്രാമം പ്രത്യേക തൊഴിൽദാന പദ്ധതി ആരംഭിച്ചത്. വ്യക്തികൾ, സഹകരണ സംഘങ്ങൾ, ധർമ്മസ്ഥാപനങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവർക്ക് വായ്പയും സബ്സിഡിയും നൽകി പദ്ധതി നടപ്പിലാക്കാനായിരുന്നു ശ്രമം. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണന മൂലം എന്റെ ഗ്രാമം പദ്ധതി ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ്. സബ്സിഡി തുക അനുവദിക്കുന്നതിലും ബജറ്റ് വീതം ചെലവഴിക്കുന്നതിലുമെല്ലാം കടുത്ത അനാസ്ഥ. 2024 വരെ മാത്രം 16,43,68,686 രൂപയാണ് സബ്സിഡി കുടിശ്ശികയെന്ന് സർക്കാർ തന്നെ തുറന്നു സമ്മതിക്കുന്നു. 5.48 കോടി രൂപയാണ് കണ്ണൂരിൽ മാത്രം കുടിശ്ശികയായിട്ടുള്ളത്. കാസർഗോഡ് 4 കോടിയിലധികവും വയനാട്ടിൽ 1.5 കോടിയിലധികവും സബ്സിഡി കൊടുത്തു തീർക്കാനുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതിക്കായി 2.8 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നു. ഇതിൽ ആകെ അനുവദിച്ചത് 83,66,453 രൂപ മാത്രമെന്നും നിയമസഭയിൽ നൽകിയ മറുപടിയിൽ സർക്കാർ വ്യക്തമാക്കുന്നു. ഗ്രാമീണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും തൊഴിലാളികളുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കുന്നുവെന്നും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാരാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണകരമാകേണ്ട പദ്ധതിയെ അവഗണിച്ചില്ലാതാക്കുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.